ഹലോ ഒരുവൺ, എല്ലാവർക്കും ACB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് നമ്മുടെ RRB NTPCയിലേക്കുള്ള എക്സാം ഡേറ്റുകൾ എന്നായിരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സംശയത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. ഈ പറയുന്ന റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു നോട്ടീസ് അടുത്തിടെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. എന്താണിത്? സെക്ഷൻ കൺട്രോളറിന്റെ എക്സാമിനേഷൻ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് RRB പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിനകത്ത് നോക്കിയേ, അതിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന സെക്ഷൻ കൺട്രോളറിലേക്കുള്ള എക്സാമിനേഷൻ തീയതി എന്നാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇത് ഈ പറയുന്ന CN04/2025 വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ എന്താണ് ആസ്പദമാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ്റെ എക്സാമിനേഷൻ, സെക്ഷൻ കൺട്രോൾ എക്സാമിനേഷൻ നടത്താനിരിക്കുന്നത് 11/2/2026 മുതൽ 12/2/2026 എന്നീ പറയുന്ന തീയതികൾക്ക് ഇടയിലായിട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, ആണ് 11/2/2026 12/2/2026 ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ ചെയ്യുന്നത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് സംശയമാണ്. കാരണം ഈ പറയുന്ന RRBയുടെ മറ്റ് എക്സാമിനേഷൻസ് അല്ലേ, ഏതൊക്കെയാണത്? ALP, ടെക്നീഷ്യന് അല്ലേ, ടെക്നീഷ്യന്, NTPC ഗ്രാജുവേറ്റ് അല്ലേ, അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് അടങ്ങുന്ന ഒരുപാട് പേര് അല്ലേ ഇത്തരത്തിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന നമ്മുടെ സെക്ഷൻ കൺട്രോളറിൻ്റെ എക്സാമിനേഷൻ വന്നിട്ടുള്ളത് ഫെബ്രുവരി മാസമാണ് ആണല്ലോ. ഇതേ ഫെബ്രുവരി മാസം തന്നെ ഈ പറയുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഇതേ ഫെബ്രുവരി മാസം തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് എക്സാമിനേഷന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഇതേ സെക്ഷൻ കൺട്രോളറിന്റെ എക്സാമിനേഷൻ നടക്കുന്ന ഇതേ ഫെബ്രുവരി മാസത്തിൽ തന്നെ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെയായിരിക്കും ഈ പറയുന്ന ആദ്യ 2 ഭാഗങ്ങളിലായിട്ടായിരിക്കും ഈ പറയുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ ടെക്നീഷ്യൻസ് അല്ലെ, ഈ പറയുന്ന RRBക്ക് കീഴിൽ വരുന്ന ടെക്നീഷ്യന് അല്ലെ, മറ്റ് പോസ്റ്റുകളൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് ഏകദേശം മാർച്ച് മാസങ്ങളിലായിരിക്കും. ഓക്കെ, അതായത് അടുത്ത വർഷം 2026 മാർച്ച് മാസങ്ങളിലായിട്ടായിരിക്കും ഈ പറയുന്ന RRB ടെക്നീഷ്യൻ എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, മാർച്ച് മാസത്തിലായിരിക്കും ടെക്നീഷ്യൻ്റെ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പോകുന്നത്. ALPയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അല്ലെ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എക്സാമിനേഷൻ ഇതേ സെക്ഷൻ കൺട്രോളറിന് എന്ത് ചെയ്യും കൂടെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ പറയുന്ന ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവരും +2 പാസ്സായിട്ടുള്ളവർക്ക് എഴുതുന്ന എക്സാമിനേഷനാണ് NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന 2 എക്സാമിനേഷൻ അല്ലേ. NTPC ഗ്രാജുവേറ്റും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന 2 എക്സാമിനേഷൻ. ഇപ്പോൾ ഡിഗ്രി ഉള്ളവർ പോലും അണ്ടർ ഗ്രാജുവേറ്റ് എഴുതുന്നുള്ളതാണ് അല്ലേ. അങ്ങനെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എന്താണ് പറയുക എക്സാമിനേഷൻ കാത്തിരിക്കുന്നവരെയൊക്കെ നിങ്ങൾ അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ ഓക്കെ, ഈ പറയുന്ന NTPCയുടെ ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഒരു ഏപ്രിൽ മാസം ഓക്കെ, ഒരു ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി തന്നെ ഓക്കെ, ഏപ്രിൽ മാസം അവസാനം അല്ലെങ്കിൽ ഈ പറയുന്ന മെയ് മാസം ഉണ്ടല്ലോ, മെയ് മാസം ആദ്യം ഓക്കെ, ഈ ഒരു 2 സമയത്തിനുള്ളിൽ ഏപ്രിൽ മാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ പറയുന്ന മെയ് മാസത്തിൻ്റെ ആദ്യമോ തന്നെ നമുക്ക് NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിൽ അങ്ങോട്ട് നീണ്ടു പോകില്ല. കാരണം ഈ അടുത്തിടെ നമ്മുടെ റെയിൽവേ മന്ത്രി ഉണ്ടായിരുന്നല്ലോ അല്ലേ, റെയിൽവേ മന്ത്രി അടുത്തിടെ പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ചിട്ടാണെങ്കിൽ RRBയുടെ എക്സാമിനേഷൻസ് ഇനി റെഗുലർലി അവർ എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്ത് ഇങ്ങനെ പോകുക എന്നുള്ളതാണ്. ഓക്കെ, റെഗുലറി അവൾ എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. NTPCയിലേക്ക് പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രധാനമായിട്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ, കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ പെട്ടെന്ന് നടത്തേണ്ടതായിട്ടുണ്ട് ആണല്ലോ അല്ലെ. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന റെഗുലർലി പറഞ്ഞ ഇയർലി പറയുന്ന രീതിയിൽ ഇങ്ങനെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണല്ലോ നോട്ടിഫിക്കേഷൻ വിളിച്ച് എക്സാമിനേഷൻ നടത്തി സ്റ്റേജ് 1 സ്റ്റേജ് 2 ഒക്കെ നടത്തിയതിനു ശേഷം ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ മാത്രമേ അടുത്ത വർഷവും ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ള ഒരു റെഗുലർ ഇങ്ങനെ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് ഈ പറഞ്ഞ എക്സാമിനേഷൻ എല്ലാം തീർത്ത് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന ഇവർക്ക് ഈ പറഞ്ഞ ഈ NTPC അടങ്ങുന്ന ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ALP ടെക്നീഷ്യൻ, NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് സെക്ഷൻ കൺട്രോളർക്ക് തീർത്ത് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മെയ് മാസത്തിനപ്പുറത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഇത്തരത്തിൽ ഈ പറയുന്ന എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നില്ല കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഏപ്രിൽ മാസം അവസാനം അല്ലെങ്കിൽ മെയ് മാസത്തിൻ്റെ ആദ്യത്തോടു കൂടി തന്നെ ഈ പറയുന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റ് അടങ്ങുന്ന എക്സാമിനേഷൻ എന്ത് ചെയ്യും ഒരു നടത്തും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ജനുവരി മാസമൊക്കെ അടുപ്പിച്ച് തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻ തീരും അല്ലേ. ജനുവരി മാസം തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻ തീരും. അതല്ലാതെ ഈ അടുത്തിടെ മാറ്റി വെച്ചിട്ടുള്ള എക്സാമിനേഷനൊക്കെ ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള എക്സാമിനേഷൻ ഈ പറയുന്ന 10 ഫെബ്രുവരിയോട് തന്നെ അവരുടെ എന്ത് ചെയ്യും അങ്ങനെ തീർന്നു കിട്ടും എന്നുള്ളതാണ് ആണല്ലോ അല്ലേ. അവരുടെ എന്ത് ചെയ്യും ഈ പറയുന്ന NTPC ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ എന്ത് ചെയ്യും എക്സാമിനേഷൻ അവിടെ കഴിയും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ അടുത്ത ഒരു ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ നെക്സ്റ്റ് ഗ്രൂപ്പ് ഡിയുടെ ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും എന്ത് ചെയ്തിരുന്നു ഈ അടുത്തിടെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുന്നവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഇനി എന്ത് ചെയ്യില്ല അങ്ങോട്ടേക്ക് അത് നീട്ടിവെക്കാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന NTPCക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ALPക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് ചുരുങ്ങിയത് ഇപ്പോൾ ഡിസംബർ മാസം കഴിഞ്ഞു അല്ലെ ഈ പറയുന്ന 4 മാസമോ മറ്റേ കിട്ടത്തുള്ളൂ അല്ലേ. 4 മാസമായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അഞ്ഞ് ലഭിക്കാൻ പോകുന്നത് പറയുന്നത് അല്ലേ. 4 മാസമായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഈ 4 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, മോക്കുകൾ കണ്ടക്ട് ചെയ്യണം അല്ലേ, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പീഡ് ആക്യുറസി എന്നിവയൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. സ്പീഡും ആക്യുറസിയൊക്കെ മാക്സിമം എത്രത്തോളം കൂട്ടാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ അത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. കയ്യിൽ കിട്ടുന്ന 4 മാസമായിരിക്കും. ഓക്കെ, NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് 4 മാസം അടുപ്പിച്ച് കിട്ടും. ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ ALP അടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞ 4 മാസം കിട്ടില്ല. ഇപ്പോൾ ഒരു ഡിസംബർ ആയിട്ടുണ്ട്, ഡിസംബർ ഇപ്പോൾ തീരും, അതായത് ജനുവരിയാണ് അല്ലേ. ഇപ്പോൾ ഒരു 1.5 മാസം അടുപ്പിച്ച് നിങ്ങൾക്ക് അവിടെയും കിട്ടത്തുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൈ കിട്ടുന്ന സമയം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന റെയിൽവേയിൽ ഒരു ജോലി കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മേഖലയും കൂടിയാണ് റെയിൽവേ എന്ന് പറയുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത് ആരാണ്? റെയിൽവേ ആണ് അല്ലേ. റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യുന്നത് ജോലി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അത് റെയിൽവേ ആയിരിക്കും ഇച്ചിരി കൂടി എളുപ്പമെന്ന് പറയുന്നത്. ഓക്കെ, കൂടാതെ തന്നെ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ പഠിക്കാതെ അല്ലേ, ഇംഗ്ലീഷ് പഠിക്കാതെ തന്നെ കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ ഇവിടെ സാധിക്കും, റെയിൽവേയിൽ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ RPF നോക്കിയിരിക്കുന്നവർക്കായിട്ടാണ് അടുത്ത കാര്യം പറയട്ടെ. RPF എന്ന് പറയുന്നത് പ്രധാനമായിട്ടും RPFന് പറയുന്ന രീതിയിൽ NTPC ഇനി വരുന്ന RPF ഒക്കെ എന്ത് ചെയ്തില്ല വിളിക്കുക ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, RPF ഇനി SSC ആയിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. SSC ആയിരിക്കും പറഞ്ഞ RPFൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഈ പറയുന്ന റിക്രൂട്ട്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത് നടത്തുന്നത്. ഓക്കെ, അതൊക്കെ SSCയുടെ ഭാഗത്തു നിന്നായിരിക്കും അവരെന്ത് ചെയ്യുന്നത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം RPFൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ ഹൈറ്റ് കൂട്ടി ഏജ് കുറച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, പണ്ട് 25 അടുപ്പിച്ചുണ്ടായിരുന്ന ഏജ് ഇപ്പം 23 അവരെന്ത് ചെയ്യുന്നുണ്ട്, 22 ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റ് 168 കൂട്ടി അവരിപ്പോൾ 170 സംതിങ് അല്ലേ, 170 മറ്റോ ആയിട്ട് ഈ പറഞ്ഞ അവർ ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരുടെ ക്രൈറ്റീരിയ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അതുമല്ല ഇനി ഈ പറഞ്ഞ ഫോഴ്സിലേക്കുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന SSC ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് RPF നിങ്ങളെ റെയിൽവേ പബ്ലിഷ് ചെയ്യുന്നവർ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, SSC ആയിരിക്കും അവരെന്ത് ചെയ്ത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഗസറ്റ് ഇറക്കിയതിനകത്ത് പ്രധാനമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സുവർണാവസരമാണ് എത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ RRBക്കൊക്കെ വേണ്ടി പഠിക്കുന്നവരാണ് നമ്മൾ ASLB അക്കാഡമിയിൽ NTPCക്ക് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകം നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ PDF നോട്ടുകൾ, അതേപോലെ തന്നെ ഈ പറയുന്ന ടോപ്പിക് വൈസ് സെക്ഷൻസ്, ഓരോ ടോപ്പിക് അടുപ്പിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ക്ലാസ്സുകൾ അവിടെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെൻറ്റർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വേണ്ടി വരുന്ന എല്ലാ കാര്യവും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ, നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്തൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം കയറിയതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ജോലി മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു കരിയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഇപ്പോൾ ഒരു NTPC വിളിച്ചതിന് ശേഷം ഒരു കുറച്ച് ആളുകളൊക്കെ എന്ത് ചെയ്യാൻ അതിനകത്ത് കയറിപ്പോവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഒരു കുറവ് ഈ പറയുന്ന ഒരു ഫാള് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു സമയത്തിനുള്ളിലേക്ക് നിങ്ങളുടെ ആ ഒരു ജോബ് അവിടെ സെക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഈ പറയുന്ന ASLB അക്കാഡമിയിൽ എന്ത് ചെയ്യാം ഒരുമിച്ച് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ASLB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളെ ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം
വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മളിതിനകത്ത് പ്രധാനമായിട്ട് ഈ പറയുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതി നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾക്ക് പോരായ്മകൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത്തരത്തിൽ നല്ല ടാർഗറ്റോട് കൂടി നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ജോലി പെട്ടെന്ന് തന്നെ കരസ്ഥമാകും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അല്ലെങ്കിൽ തൊട്ട് താഴെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട് മറ്റു കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.